ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എള്ളു സാദം തയ്യാറാക്കിയാലോ. കർണാടകയിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു റൈസാണ് എള്ളു സാദം. എൻ്റെ ഒരു ഫ്രണ്ട് ശ്രുതിയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. താങ്ക്സ് ശ്രുതി. നമ്മൾ സാധാരണ ചോറും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ചോറ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു പീസ് അച്ചാറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി തൈരോ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് കഴിക്കാൻ പറ്റും. എള്ളു സാദം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോറ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസ്, ഒരു കപ്പ് ബസ്മതി റൈസ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ശരിക്കും ഇത് പച്ചരിയിലാണ് തയ്യാറാക്കുന്നത്, ബസ്മതി റൈസിലല്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചരി കുറച്ച് ഉപ്പിട്ട് വേവിച്ച് എടുത്തു വെച്ചാലും മതി. നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറുണ്ടല്ലോ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഒക്കെ ചോറ് വെച്ചിട്ട് പച്ചരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ബാക്കി വന്നത് വെച്ചിട്ടും ഇതുപോലെ എള്ളു സാദം തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മളിതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു കപ്പിൽ ഒരു 3/4 കപ്പോളം എള്ള് തന്നെയാണ്, വെളുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ എള്ള് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. എള്ളിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ എള്ളൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നല്ലൊരു ഫൈബറിൻ്റെ നല്ലൊരു സോഴ്സാണ് എള്ള് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാനായിട്ട് എള്ള് നല്ലതാണ്. പിന്നെ പ്ലാന്റ് പ്രോട്ടീൻ റിച്ച് ആണ് എള്ള്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഒക്കെ ബി.പി ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ കുറച്ചൊക്കെ എള്ള് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കാൽസ്യം റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോണൊക്കെ, നമ്മുടെ എല്ലൊക്കെ നല്ല ഉറപ്പുള്ളതാക്കാനൊക്കെ ആയിട്ടൊക്കെ എള്ള് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എള്ള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ പാനിൽ ഇട്ട് കൊടുത്ത എള്ളൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പതുക്കെ പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പതുക്കെ പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എള്ള് മൂത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എള്ള് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഈ ഒരു എള്ളു സാധനം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള എള്ള് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കടലപ്പരിപ്പ് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഉണക്കമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു ഇത്തിരി എരിവ് ഉണ്ടാവണം, എന്നാലാണ് നമ്മുടെ ഈ ഒരു എള്ളു സാദം ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒരു 8 ഉണക്കമുളകോളം ഞാൻ ചേർത്ത് കൊടുത്തു. നിങ്ങൾ എടുക്കുന്ന ചോറിൻ്റെ അളവനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മൂത്ത ആ ഒരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുളകൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു കപ്പിൽ 1 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. നാളികേരമൊക്കെ നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ നാളികേരം ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ അങ്ങനെ ഡാർക്കായിട്ടൊന്ന് വറുത്തെടുക്കേണ്ട. ആ നാളികേരത്തിലുള്ള ജലാംശം ഉണ്ടല്ലോ അതൊന്ന് പോകണം. അങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. പിന്നെ നാളികേരം ഇതുപോലെ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ പെട്ടെന്ന് നാളികേരം കരിഞ്ഞു പോവും. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് തൊട്ട് കിട്ടേയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നാളികേരം ഒന്ന് വെള്ളം വരിച്ചിട്ടെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു ഇതിലാണ് നമ്മൾ നാളികേരം വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നാളികേരം നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ തീ ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വറുത്തെടുത്ത കൂട്ട് നമ്മൾ നേരത്തെ എള്ളു വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമുക്കിനി ഇത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടത്. ചൂടാറിനട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ വറുത്തെടുത്ത് വെച്ചതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതല്ലേ കുറച്ചൊന്ന് കൂടുതലായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുള്ളത്. ഉണക്കമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നാളികേരം എള്ളൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൽ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചോറ് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയിട്ട്, കൂടുതൽ ഉപ്പാവരുത്. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിർത്തി പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനപ്പോൾ അതേ പൊടിച്ചെടുത്തു. ഇതേ കണ്ടോ, നമ്മുടെ ആ ഒരു ചമ്മന്തി എന്ന് പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, എള്ളു ചമ്മന്തി, അതിപ്പോൾ അതേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നിർത്തി ഇതിങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്കിതുപോലെ ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു ബൗളെടുത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എള്ളു ചമ്മന്തി ഉണ്ടല്ലോ, ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു എള്ളു ചമ്മന്തി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അതായത് ഈ ചമ്മന്തി ചോറും കൂടിയിട്ട് നന്നായിട്ട് യോജിച്ചിട്ട് വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആവണം. ഈ ചോറും നമ്മൾ ഇതാക്കിയിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ മിക്സ് ഉണ്ടല്ലോ, എള്ളിൻ്റെ ആ ഒരു മിക്സ്, അത് നന്നായിട്ട് യോജിക്കണം. ഇപ്പോൾ അതേ നമ്മളിനി ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സാധനങ്ങൾ വറുത്തിടാനുണ്ട്. അത് ഞാനിപ്പം എന്താണെന്നുള്ളത് കാണിച്ചു തരാം. വറവ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനൊന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയിൽ തന്നെ ഇത് വറവിടുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് എള്ളെണ്ണയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലേ, നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എള്ളെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഉഴുന്നും പരിപ്പ് ഞാനിപ്പോൾ ഇവിടെ കഴുകിയെടുത്തതാണ്. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ ഉഴുന്നും ഒന്ന് സോഫ്റ്റ് ആവും. നമ്മളിതുപോലെയുള്ള റൈസുകളിലേക്കൊക്കെ വറവിടാൻ വേണ്ടി നമ്മളതിലേക്ക് ഉഴുന്ന് ചേർക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ചേർക്കുമ്പോൾ ആ ഉഴുന്നിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൈസിൽ ചേർത്തതിന് ശേഷം വല്ലാതെ അങ്ങ് ക്രിസ്പാവില്ല ഉഴുന്ന്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ നമുക്കത് ഉഴുന്ന് വല്ലാതെ അങ്ങ് മൂത്ത് പോയി കഴിയുമ്പോൾ നമുക്കത് റൈസിൻ്റെ കൂട്ടത്തിൽ കൂടെ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. കാഷ്യൂസ് ഇതിലെന്തായാലും ചേർക്കണം. എന്നാലാണ് ആ റൈസിൽ ഇടയ്ക്ക് ആ ഒരു കാഷ്യൂ കടിക്കുമ്പോഴത്തെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് 2 നുള്ള് കായം, അതായത് ഒരു 1/4 ടീസ്പൂണോളം വരെ കായം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഈ ഒരു വറവ് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വറവ് നമ്മുടെ ചോറിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമ്മൾ എല്ലാതും കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ എള്ളു സാദം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പി. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു വല്ലാതെ എള്ളിൻ്റെ സ്വാദമൊന്നും ഇതിൽ അത്ര അധികം ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച്.